പണിയെടുക്കുന്നത് കാണട്ടെ. നിങ്ങളൊന്നും വിചാരിക്കരുത്. സമയം പറഞ്ഞതിന് ഉച്ച വൈകിയാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. 96 10ാം ക്ലാസ് ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന വേണ്ടിയിട്ട് നമ്മൾ അന്നത്തെ പാട്ടുകാരിയായി എഴുതുന്ന ശ്രീകലയെ ക്ഷണിച്ചോളൂ. പ്രപഞ്ചം നയിക്കുന്ന ചൈതന്യമീ നിന്റെ പ്രതിരൂപമല്ലോ സ്നേഹം. ഒരു ചെറുകതിരായി ഈ ഭൂവിലെങ്ങും വിളങ്ങിടുന്നല്ലോ ജഗദീശ്വരൻ. പ്രപഞ്ചം നയിക്കുന്ന ചൈതന്യമേ നിന്റെ പ്രതിരൂപമല്ലോ സ്നേഹം. കോടാനുകോടി ജനങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു ദേവ ഈ ജഗത്തിൽ. കോടാനുകോടി ജനങ്ങൾ നിന്നെ വാഴ്ത്തിടുന്നു ദേവ ഈ ജഗത്തിൽ. നിൻ തൃപാദങ്ങൾ വണങ്ങുമീ ദാസരെ അനുഗ്രഹിക്കൂ ദേവ അനുഗ്രഹിക്കൂ. പ്രപഞ്ചം നയിക്കുന്ന ചൈതന്യമേ നിന്റെ പ്രതിരൂപമല്ലോ സ്നേഹം. അനുശോചനമാണ്. നമ്മളെ വിട്ടുപോയ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന സുനിത, അതുപോലെ തന്നെ വിനു, അതുപോലെ നമ്മളെ പഠിപ്പിച്ച കുറച്ച് അധ്യാപകർ നമ്മളെ ഈ കാലയളവിൽ വിട്ടുപോയിട്ടുണ്ട്. അവിടെ എല്ലാം ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു മിനിറ്റ് നമുക്ക്
സ്വാഗതം. അത് ഞാൻ തന്നെയാണ് പറയേണ്ടത്. പിന്നെ എല്ലാം ഞാൻ തന്നെ പറയേണ്ട അവസ്ഥ വരെ തോന്നുന്നുണ്ട്. എന്തിനാലും നമുക്ക് ആ ഒരു മടിയില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധൈര്യം ഈ രാമവർമ്മ സ്കൂളിൽ നമുക്ക് ഈ അധ്യാപകരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ധൈര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനും നിങ്ങൾ മുമ്പിൽ സംസാരിക്കാനും എനിക്ക് സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രിപ്പയർ ആയിട്ട് വന്നിട്ടില്ല, ഇപ്പം എഴുതി വെച്ച സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ 96 10ാം ക്ലാസ് ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ കണ്ടുവച്ചത് നമ്മൾ തന്നെ കൂടുതലുള്ള ജനപ്രതിനിധിയായിട്ടുള്ള വാർഡ് മെമ്പറായിട്ടുള്ള ഷാമോളാണ്. ഷാമോൾ രാവിലെ തന്നെ വീട്ടിലൊരു വീഴ്ച വീണു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വരാൻ വൈകിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം പുള്ളിക്കാരത്തേക്കാണ് വെയിറ്റ് ചെയ്തത്. ഷാമോള് ഈ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു പ്രതിനിധി അങ്ങനെ ഇരിക്കണം. ഞാൻ ഷാമോളോട് പറയണം. അപ്പോൾ ആദ്യമായിട്ട് സ്വാഗതം പറയുന്നത് ഞാൻ നമ്മളെ ഇവിടുത്തെ അധ്യക്ഷനായിട്ട് വരുന്ന ശിവകുമാർ സാറിനാണ്. ശിവകുമാർ സാറിന് ആദ്യം സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ ആ കാലയളവിൽ നമ്മളെ പഠിപ്പിച്ച നമ്മളെ രാജസാറിനും സ്വാഗതം പറയുന്നു. ഞങ്ങളുടെ മലയാളം സാറായിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ ഭാര്യമാർക്കോ ഭർത്താക്കന്മാർക്കോ അറിയില്ല അതായിരിക്കുന്നുള്ളത്. മലയാളം പഠിപ്പിച്ച സാറാണ് രാജൻ സാറ്. അതുപോലെ തന്നെ കണക്ക് പഠിപ്പിച്ച 10ാം ക്ലാസ്സിലെ കണക്ക് പഠിപ്പിച്ച ഗിജി ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛമ്മായിട്ടാണ് ടീച്ചർ. അതുപോലെ കെമിസ്ട്രി പഠിപ്പിച്ച ശിവ ടീച്ചറുണ്ട്. ശിവ ടീച്ചർ 2-3 വർഷം മുമ്പാണ് അല്ലേ? അതിന് മുന്നേ ഒരു 6 വർഷക്കാലം ഇവിടെ നമ്മളെ പാത്രം പഠിപ്പിച്ചുകൊണ്ട് ദുബായിൽ ഉണ്ടായിരുന്നു നമ്മൾ ടീച്ചർ ദീപ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. എന്തോ എൻ്റെ നിർഭാവിച്ച ടീച്ചറിൻ്റെ അവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഇവിടെ നമ്മളറിയുന്ന ടീച്ചർ ദുബായിലായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സ് പഠിപ്പിച്ച മന്മഥ സാറ് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രീത ടീച്ചറെയും ചോദ്യം ചെയ്യുന്നു. അതുപോലെ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മളുടെ എല്ലാ ആൾക്കാരെയും ചോദ്യം ചെയ്യുന്നു. അതുപോലെ കൊച്ചുമക്കൾ, നമ്മളെ മക്കൾ, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, അനിയന്മാരെ, ചേട്ടന്മാരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയുടെ അധ്യക്ഷനായിട്ട് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ സാർ ശിവകുമാർ സാറിനെ ക്ഷണിച്ചോളുന്നു. 96 10E ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടുള്ള സ്നേഹം അത് ഞാൻ INCC ക്ലാസ് റൂമിൽ കുട്ടികൾ വന്ന് അധ്യാപകരോട് സംവദിക്കുന്ന രീതി ഈ പുതിയ തലമുറയ്ക്ക് അത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല കുട്ടികൾ അധ്യാപകരോടുള്ള സ്നേഹം കണ്ടപ്പോൾ 96 ബാച്ച് ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന 10E ബാച്ച് എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വാഗതം ആശംസിച്ച വിനോജ് പറഞ്ഞു, അത്ര നല്ല ക്ലാസ് ആയിരുന്നില്ല ഞങ്ങളുടെ ക്ലാസ്. ഈ മെയിൻ ഹാളിലായിരുന്നു, പക്ഷേ പ്രശ്നങ്ങൾ കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി 9F വെച്ചിട്ടായിരുന്നു. എന്തായാലും കുസൃതികൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പഠിക്കേണ്ട പാഠമെന്ന് വെച്ചാൽ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടുള്ള ആദരവാണ്. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഉത്തമവിശ്വാസമുണ്ട്. 117 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയം അതാർജിക്കുവാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കി എന്നുള്ളതിൽ ഞാൻ ഈ അവസരത്തിൽ അഭിമാനം കൊള്ളുന്നു.
അതായി ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ രാജമാഷിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ വിദ്യാലയത്തിൻ്റെ പ്രഥമാധ്യാപകൻ ശ്രീ ശിവ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും അടങ്ങുന്ന സമ്മിശ്ര വേദിയിലെ അംഗങ്ങളെ, ശ്രീ മനുന മാസ്റ്റർ, ഗിരിയ ടീച്ചർ, മറ്റേ ഷീബ ടീച്ചർ, പ്രീത ടീച്ചർ, പേരുകളൊക്കെ മറന്നു പോകുന്ന ഒരു ദീപേന്ദ്ര വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ദീപയുടെ ടീച്ചറാണ് ഞാൻ. ഏതായാലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പൂർവ്വകാല വിദ്യാർത്ഥികളെ, ശിക്ഷകണങ്ങളെ, രക്ഷകർത്താക്കളെ, അവരുടെ കൂടെ വന്നിട്ടുള്ള ഇണപ്രാവുകളെ, കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ ശബ്ദവും വെളിച്ചവും നൽകുന്ന ഈ ചടങ്ങ് സമ്പുഷ്ടമാക്കാനായിട്ട്, ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുന്ന സഹപ്രവർത്തകരെ, ഇവിടെ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ആവശ്യം തന്നെയില്ല. സാധാരണ നമ്മളിവിടെ പരസ്പരം കാണാനും സംവദിക്കാനും സന്തോഷിക്കാനും അതുപോലെ തന്നെ പോയിപ്പോയ പൂർവ്വകാല സ്മരണകളെ അയവിറക്കാനും ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളടക്കം, ഭാര്യ ഭർത്താക്കന്മാരടക്കം ഈ സന്തോഷവേള പങ്കിടുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയും ശക്തിയും എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല. 30 വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 1996 എന്ന് പറയുമ്പോൾ 28 വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയ ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ പരിപാവനമായ മണൽത്തരികളിൽ കാലൊലിപ്പിച്ച് ഇവിടെ ആടിയും പാടിയും ഒക്കെ തകർത്ത് കുസൃതി കാണിച്ച് കല്ലുകൊണ്ട് വളർന്ന ആ പൂർവ്വകാല സ്മരണകളെല്ലാം അയവിറക്കുന്ന സന്ദർഭമാണിത്. ഇത്തരത്തിലൊരു ചടങ്ങ് ഇപ്പോൾ ഞാനും മന്മൻ സാറും ഒരു 4-5 ചടങ്ങുകളിൽ ഒരു 5-10 മാസത്തിനകത്ത് ഉടവന്നിരിക്കുന്നത്. ഏതായാലും അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ഇത്രയും ധന്യമാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം സാമ്പത്തിക വരുമാനത്തിൽ വളരെ കുറവായാൽ പോലും ഇത്രയും ആദരണീയമായ ഒരു ജോലി അറിഞ്ഞഭിനന്ദിക്കുകയും ഹൃദയം തുറന്ന് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് അധ്യാപകവൃത്തി എന്ന്. കാരണം ഒരു മനുഷ്യർക്കും, പോലീസായാലും മിലിറ്ററിക്കാരനായാലും മറ്റെന്ത് ജോലിയിൽ ചേർന്നാലോ ആ ജോലി എടുത്ത് ശമ്പളം പറ്റി റിട്ടയർഡായി കുടുംബത്തിൽ നിന്ന് ആ ചാരകസേര കിടക്കണമല്ലാതെ പിന്നെ ഉള്ള കാര്യമൊക്കെ അറിയാലോ. ഇങ്ങനെ ഇത്രയും ധന്യമായൊരു ജീവിതം ഉണ്ടോ എന്ന്. കാരണം നിങ്ങളിപ്പോൾ ഞങ്ങളെയൊക്കെ ക്ഷണിച്ച് വരുത്താനുള്ള ഒരു ആർജവം നിങ്ങളുണ്ടായി. എന്തിൻ്റെ പേരിലോ മാതാ പിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുമെങ്കിലും അത് എത്രമാത്രം അതിൻ്റെ അർത്ഥത്തിലും വ്യാഖ്യാനത്തിലും ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ ഇപ്പം എന്നെ നിങ്ങൾ അതിശയം വിചാരിക്കും. എനിക്ക് 73 വയസ്സായ സ്റ്റുഡൻ്റ് ഉണ്ട്. ഈ കഴിഞ്ഞ വർഷത്തിലൊന്നും മരണപ്പെട്ടു. അപ്പോൾ അതിശയം 73 വയസ്സായ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്
ഞാൻ 1969 വരുന്നത്. 68 പഠിപ്പിക്കാൻ കയറുമ്പോൾ ഞങ്ങൾ തമ്മിൽ തരവ്യത്യാസം ഒരു 2 വയസ്സിന് 3 വയസ്സിന് ഉള്ള തരവ്യത്യാസമുള്ളൂ. അന്ന് നല്ല ജൈലാരിക്കുകൾ വളരെ കായികശേഷിയുള്ള ആൺകുട്ടികളായും പെൺകുട്ടികളായും 20, 21, 22 വയസ്സൊക്കെ ഉള്ള ആളാണ് മുമ്പിൽ. കാരണം അന്ന് ഒരിക്കലും ബെഞ്ച് ഈ 3ാം ക്ലാസ്സിലാണെങ്കിൽ 3ാം ക്ലാസ്സിൽ തന്നെ 3 കൊല്ലോ 4 കൊല്ലോ ഒക്കെ ഇരുന്നിട്ട് പോലുള്ളൂ. അപ്പം ഇതിൻ്റെ രസകരമല്ല തോക്കല്. അങ്ങനെ ഓരോ ക്ലാസ്സും ചേട്ടൻ്റെ കൂടെ അനിയൻ പഠിക്കും, അനിയൻ്റെ കൂടെ ചേട്ടൻ പഠിക്കും, ഇങ്ങനെ പോന്നുള്ള കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം SSLC ക്ലാസ്സിൽ വരുമ്പോൾ 15, 16 വയസ്സുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് പോകില്ല. അന്നതല്ല 20, 21 വയസ്സ്. പെൺകുട്ടികളാണെങ്കിൽ അപ്സാരി കിട്ടിയാണ് വരുന്നത്. ആൺകുട്ടികളാണെങ്കിൽ അനാഗരശ്മശ്രുക്കളായിരിക്കുകയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? മീശയൊക്കെ വെച്ച് താടിയൊക്കെ വളർന്ന് ആളുകളായിരുന്നു. നമ്മൾ പറഞ്ഞ കാര്യമില്ല, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞത്, ഞങ്ങൾ 22 വയസ്സുള്ളപ്പോൾ ഇത് കയറുമ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം 2-3 വയസ്സിനുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നടക്കില്ല, ആ കാലഘട്ടമൊക്കെ പോയി. ഏതായാലും ഇന്ന് നിങ്ങളുടെ ഈ 96 ബാച്ച് വളരെ ശ്രേഷ്ഠമായി നിങ്ങൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് സംവദിക്കാതെ തന്നെ നിങ്ങളുള്ളവർ അങ്ങാടും ഇങ്ങോട്ടും പറഞ്ഞും ചിരിച്ചും കളിച്ചും രസിച്ചും നിൽക്കാനുള്ള ഒരു സമയമുണ്ട്, സന്ദർഭമുണ്ട് ഉള്ളവർ. പിന്നെ സംഘാടകൻ ശ്രീ വിനോജി വളരെ ആവേശത്തോടുകൂടി താല്പര്യത്തോടു കൂടിയാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഇന്നലെ രാത്രി ഫ്ലൈറ്റിന് വളരെയധികം മെച്ചപ്പെട്ട് എൻ്റെ ഫ്ലൈറ്റ് മാറിയൊക്കെയാണ് ഇവിടെ വന്നതെന്ന് പറയുന്നത്. കാരണം ഈ ചടങ്ങിന് കൃത്യസമയത്ത് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണം അദ്ദേഹത്തിന് സമയത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെന്നാണ് എൻ്റെ അറിവ്. അതിലൂടെ പിന്നണിയിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയങ്കരിയായ അവാബി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവാബിയുടെ കൂടെ ആരാണുണ്ടായിരുന്നത്? ശ്യാമോളും ഉണ്ടായിരുന്നു. 2 പേരും വന്ന് ആരോടൊപ്പം ഞാൻ ഇതുപോലെ സെൻസസിലൊക്കെ വന്നത് 2 പേരും ഉണ്ടാക്കിയത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉള്ള സമയമായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഞാനാണ് അവാബി. സാറിൻ്റെ വീട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ അവർ ബന്ധം വെച്ചിട്ട് അന്ന് വന്നിരുന്നു. അന്നൊക്കെ കണ്ടാൽ ഒരു 10-100 അടി അകലെ നിൽക്കുള്ളൂ. അടുത്ത് വരാൻ പേടിയാണ്. അപ്പം ഞങ്ങളൊക്കെ അന്ന് കത്തിയിരിക്കുന്ന സമയമുണ്ട്. അപ്പം ഇപ്പം ഞങ്ങൾ ചലഞ്ഞ കുഴി ഉമ്മരത്ത് ഇരിക്കണ കാലമാണ്. അപ്പം ഗേറ്റിലെ വന്നിട്ട് നല്ല ധൈര്യത്തോടു കൂടിയാണ് അവാമിയും വീട്ടിൽ കയറി വന്നത്. പിന്നെ അവർ അവിടെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് വേറൊരു വീട്ടിലേക്ക് എൻ്റെ മകൻ കൊണ്ടുവന്ന് എത്തിച്ച്. അപ്പം അവാമിയും പറഞ്ഞു, ഞാൻ അവിടെയാണ് ഇവിടെയാണ്, ഞാനും ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത് കൂടുതൽ ഇതിനകത്ത് താല്പര്യം കാണിക്കുകയും അതിനാവശ്യമായ വെള്ളവും വളവും നൽകുന്നതൊക്കെ വിനോദാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഏതായാലും ഏതൊരു സംരംഭത്തിൻ്റെയും പിന്നിൽ ബലിഷ്ഠങ്ങളായ കരങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാ തരത്തിലും ബലിഷ്ഠമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ എല്ലാ തരത്തിലുമാണ്. ഉപദേശം, നിർദ്ദേശം, പിന്നെ സ്നേഹ സൗഹൃദ പങ്കിടൽ, അതോടൊപ്പം തന്നെ അതിനെല്ലാത്ത ഉപരിയായി സാമ്പത്തിക സഹായം. ഇതൊക്കെ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൻ്റെ ഫലമായിട്ടായിരിക്കും ഈ ചടങ്ങ് ഈ രീതിയിൽ സംഘടിപ്പിക്കാനുള്ളത്. ഏതായാലും ഇവിടെ പലരും ധൃതി പിടിച്ച് പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ താല്പര്യപ്പെട്ട് നിൽക്കുകയാണ്. അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹവും ബഹുവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഈ ക്ഷണത്തിനും ഈ ആദരവിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ഈ ഉദ്ഘാടനം ചെയ്തായിട്ട് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് ശ്രദ്ധിക്കുന്നു. ആ സ്നേഹം പങ്കുവെക്കുന്നതിനായി ഇവിടെ ഇപ്പോൾ കേക്ക് മുറിക്കുന്നതാണ്. എല്ലാ അധ്യാപകരും പ്രിയ വിദ്യാർത്ഥികളും ചേർന്ന് കേക്ക് മുറിക്കുന്ന ചടങ്ങാണ് എടുത്തത്.
കൂട്ടുകാരെ, അടുത്തതായിട്ട് നമ്മളൊരു ആശംസാ പ്രസംഗമാണ് നടക്കേണ്ടത്. പക്ഷേ അധ്യാപകർ എന്നാണ് പറഞ്ഞത്, നമ്മളെ കേൾക്കാനാണ് അവർ വന്നിരിക്കുന്നത്, അവരെ കേൾക്കാനല്ല. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരും വന്നിട്ട് സ്വയം പരിചയപ്പെടുക. ഞാനിവിടെ വരുന്നത് എൻ്റെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സെൻട്രൽ യു പി സ്കൂളിലായിരുന്നു. ഇതൊന്നും ഞാനിപ്പോൾ ഇന്നലെ പഠിച്ച വിഷയമൊന്നുമല്ല. ഇപ്പോൾ വായിലെല്ലാം പറയുകയാണ്. തെറ്റുകളുണ്ടാവും, പൊട്ടത്തരങ്ങളുണ്ടാവും, എല്ലാം നിങ്ങളെ കേൾക്കാറാണ്. ഇപ്പോൾ 7ാം ക്ലാസ്സിന് രാമവർമ്മ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും മോശം സ്കൂൾ ആ സമയത്ത് കേട്ടോ, 93 സാറന്മാരെ അംഗീകരിക്കും. സമരം, സ്കൂൾ അടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിലൊരു ചീത്തപ്പേര. അപ്പം എൻ്റെ വീട് അറിയാലോ, പള്ളിയാശുപത്രി ഞാൻ പറഞ്ഞു പുള്ളി. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പഠിക്കാൻ പോകുന്നത് HHS അല്ലെങ്കിൽ വേറെ രാമവർമ്മ ചൂസ് ചെയ്യില്ല ആ സമയത്ത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അവിടെ സെൻട്രൽ പഠിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ 5 റാങ്കിൽ ഒറ്റ കുട്ടികളെല്ലാം, ഒരാൾ നാർക്കിൽ ലിറ്റിൽ ഫ്ലവറിൽ പോയി, ഒരാൾ ആൽബർട്സിലാണ് പോയി, പിന്നെ 2 പേര്, ഒരു മഹേഷും ഹരീഷും, അവർ ഇവിടെ ഒന്ന് ചേർന്നു. അപ്പം എനിക്കും അവരുടെ കൂടെ വരണം, പച്ച എന്നെ രാമവർമ്മ കൂടെ ചേർത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു അവിടെ കൂടി ചേർക്കരുത്, പൊട്ട സ്കൂളാണ്, മോൻ ചീത്തായി പോകും, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ എന്തോ ആ സമയത്ത് ഇവിടെ വന്ന് പഠിക്കാനും അവിടെ അച്ഛൻ കണ്ടത് കേസുണ്ടെങ്കിൽ ബസ്സില്ലെങ്കിലും നടന്നു വരാലോ, അവിടെ വരെ നടക്കണം എന്നുള്ളത് ഇവിടെ വരെ നടന്നു 10 പൈസ ബെസ്റ്റ്. അപ്പം അങ്ങനെ ഇവിടെ വരികയും 8ാം ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞത്, 8F എൻ്റെ കൂടെയാണ് ചേട്ടൻ കേട്ടോ. അപ്പം എൻ്റെ മോനും കേട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛനും ചേട്ടനും ഒരേ ക്ലാസ്സിൽ വരുന്നു. 40 വർഷം അങ്ങനെയൊക്കെ സംഭവിക്കും. സാർ പറഞ്ഞില്ലേ തോറ്റ കേസൊക്കെ ഉണ്ടാവും. ചേട്ടൻ തോട്ടത്തിൽ ചേട്ടൻ 7ാം ക്ലാസ്സിൽ ഓപ്പറേഷൻ ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ 1 വയസ്സിന് 1 വയസ്സിന് വ്യത്യാസമുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ മാത്രമല്ല, ഈ ക്ലാസ്സിൽ വേറെ ഒരാളുണ്ട്, സ്വന്തം ചേട്ടൻ തന്നെ സ്വന്തം ക്ലാസ്സിലുണ്ടായ ഒരാളുണ്ട്, അനുഭവം പറയായിരിക്കും. വേറെ അങ്ങനെ കുറേ കുട്ടികളുണ്ട്. ആ സമയത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ വന്നു 8F പഠിപ്പിച്ച ടീച്ചർമാർ വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചീഫ് ടീച്ചർ ആ സമയത്താണ് 93 അല്ലേ, ഫസ്റ്റ് ബാച്ച് ഞങ്ങളാണ് തോന്നുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ ചാക്കോ സാറാണ്. ചാക്കോ സാറ് ഇങ്ങനെ പിള്ളേരെല്ലാം പഠിപ്പിക്കും. അപ്പോൾ അവിടെ 8F നല്ല എന്താ പറയുക, F എന്ന് പറയുന്നത് അറിയാലോ, 8 അവസാനത്തെ ക്ലാസ്. ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം അത്യാവശ്യം നല്ല വികൃതികളാണെന്നാണ് വെറുപ്പ്. ഞാൻ പറയുമ്പോൾ എന്നെക്കാളും വലിയ ചേട്ടന്മാരൊക്കെ ബാക്കിലിരിക്കുന്നു. ബാക്ക് ബെഞ്ചിൽ നോക്കാൻ പറ്റില്ല, പേടിയാണ്. അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഓർമ്മകളാണെന്ന് പറയണമെങ്കിൽ എന്താ പറയുക, ടീച്ചർ വരുമ്പോൾ ചാക്കോ സാറ് ബുക്ക് വായിപ്പിക്കുമ്പോൾ ഉറക്കെ വായിപ്പിക്കും. എൻ്റെ സൗണ്ട് ഇന്നുണ്ട് സൗണ്ട്. പുള്ളിക്ക് സാർ എന്നെ എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അതുപോലെ തന്നെ ചീഫ് ടീച്ചറിൻ്റെ പരിപ്പിൾ അവരെല്ലാം ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഇഷ്ടമാണ് നമ്മളെല്ലാം പഠിപ്പിക്കാനും. എനിക്കും ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടമുള്ള വിഷയം ആയതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രിക്കൊക്കെ അത്യാവശ്യം നല്ല മാർക്കും ഉണ്ടായിരുന്നു. അത് പ്രത്യേക കെയറും ഉണ്ടായിരുന്നു. ഞാൻ 8Fലാണെങ്കിലും 8B ചേട്ടനുണ്ട്. കാരണം നമ്മൾ അവിടുത്തെ ടീച്ചറിൻ്റെ പേര് മറന്നു. എൻ്റെ ഭാര്യ സൂര്യ, പുള്ളിക്കാട്ട് ചെന്നൈയിലായിരുന്നു, ഓണാമ്പട്ട പേരിലാണ്. ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. മോള് നബന്യ, മോൻ നബന്യത്. മോള് 7ാം ക്ലാസ്സിലാണ്, ഗ്രേഡ് 7, മോൻ ഗ്രേഡ് 4. നിലവിൽ അവിടുത്തെ ബാലവേദിയുടെ വൈസ് പ്രസിഡൻ്റാണ് ഇവിടെ. ആള് അത്യാവശ്യം സാംസ്കാരിക ഉണ്ട്. നമസ്കാരം. ഭയങ്കര ദീർഘമായിട്ട് പറയുന്നില്ല, 2 മിനിറ്റിൽ അവസാനിപ്പിക്കാം. ആദ്യം തന്നെ സ്കൂളിൽ ഇവിടെ എത്തിയത് ഞാൻ 5ാം ക്ലാസ്സിലാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ ചെറിയ ക്ലാസ്സിലെ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞ ഓർമ്മയില്ല. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ദീപ ടീച്ചർ ഫിസിക്സ് പഠിപ്പിക്കുന്നു, പിന്നെ കെമിസ്ട്രി ശിവ ടീച്ചർ, പ്രീതി ടീച്ചർ ഞങ്ങളെ 7th പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗിരിജ ടീച്ചർ മാത്സ്, സാറ് മലയാളം. അങ്ങനെ അപ്പോൾ ഈ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ നമുക്ക് ക്ലാസ്സിൽ എടുക്കാൻ നേരത്തെ തന്നെ പഠിച്ചു പോകണമല്ലോ ഇല്ലേ? ക്ലാസ് എടുക്കാൻ നേരത്തെ തന്നെ പിന്നെ വീട്ടിൽ പോയിട്ട് വായിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ അത്രയും നന്നായിട്ടാണ് ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മാത്സ്, അതുപോലെ തന്നെ മാത്സ് ഞാനിപ്പോൾ ഒരു മാത്സ് ടീച്ചറാണ്, കലൂർ മോഡൽ ടെക്നിക്കൽ സ്കൂള്. അപ്പോൾ മാത്സ് എടുക്കാനുള്ള പ്രചോദനം ഗിരിജ ടീച്ചർ തന്നെയാണ്.
അതിലൊരു സംശയവും. പിന്നെ മലയാളം എനിക്ക് കുറച്ച് ടഫായിരുന്നു. അവസാനം ട്യൂഷനൊന്ന് പോവേണ്ടി വന്നു. അവസാനം മലയാളത്തിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വിനോജ് ഫസ്റ്റും സെക്കൻഡ് ഞാനുമായിട്ടായിരുന്നു നമ്മുടെ 96 ബാച്ച് ഇവിടെ നിന്ന് പോയത്. ഫസ്റ്റ് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ വിനോജിനെ കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് +2 ആയിരുന്നു കൊടുങ്ങല്ലൂര്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി സെൻറ്റ് സേവിയേഴ്സ്. ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ഇളമക്കരയിൽ ചെന്നു. പിന്നെ ബാക്കിയെല്ലാം അവിടെ. പിന്നെ ചെറായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇടയ്ക്ക് സ്കൂളിൽ വന്ന് എല്ലാ ടീച്ചേഴ്സിനെയും കാണണമെന്നൊക്കെ ആലോചിക്കാറുണ്ട്, പക്ഷേ വരാനായിട്ട് പറ്റിയില്ല എന്തുകൊണ്ടും. അതിന് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പിന്നെ ബാക്കി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, PG കംപ്ലീറ്റ് ചെയ്തു, B.Ed കഴിഞ്ഞു. അങ്ങനെ ആദ്യം ഒരു സ്കൂളിൽ അൺഎയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ മോഡൽ ടെക്നിക്കൽ സ്കൂൾ കലൂര് ജോലി ചെയ്യുന്നു, ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട്. ഹസ്ബൻഡ് ബിസിനസ്സാണ്. ഒരു മോനുണ്ട്, 7th പഠിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു നിമിഷമായിട്ടാണ് ഞാനിന്ന് കരുതുന്നത്. കാരണം ടീച്ചേഴ്സിനെയൊക്കെ എപ്പോഴും കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ന് ഞാൻ ഓർക്കും ടീച്ചേഴ്സിനാണ്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഞാൻ ടീച്ചേഴ്സിനെ വിളിക്കാൻ ചെന്ന സമയത്ത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഗിരിജ ടീച്ചറെ ഞാൻ ഫസ്റ്റ് വിളിക്കാതില്ല, ഞാൻ ഷാമോട് കൂടി. അപ്പോൾ ടീച്ചർ മാത്സ് പഠിപ്പിച്ച കാര്യം എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ടീച്ചർ എന്നെ LP സ്കൂളിൽ മുതൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ LP സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് ടീച്ചറും പോകുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ 10 വരെ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മാത്സിനാണ് എനിക്ക് എന്നും മാർക്ക് കൂടുതൽ, ബാക്കി എല്ലാ വിഷയങ്ങൾക്കും എനിക്ക് മാർക്ക് കുറവാണ്. പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ തരും ടീച്ചർ, ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ സ്ത്രീകളെ ഞാനോട് മാത്സ് വാശിക്ക് ചെയ്യണത്. പക്ഷെ ഫസ്റ്റ് ഞാൻ തന്നെയാണ് എപ്പോഴും ടീച്ചറെ ചെയ്ത് കാണിക്കല്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ഗിരിജ ടീച്ചർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം കുറേ കാര്യങ്ങൾ ടീച്ചറെ എന്നും ഓർക്കും. അതുപോലെ തന്നെ ഷീബ ടീച്ചറും ദീപ ടീച്ചർ നമ്മളായിട്ട് നല്ല ഇതാണ്. പക്ഷെ ദീപ ടീച്ചറിന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ പഠിക്കാൻ ഇത്തിരി മോശമാണ്. അപ്പോൾ ഞാൻ 3ാമത്തെ ബെഞ്ചിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ തല മുമ്പിട്ടിരിക്കും, എന്നോട് ചോദിക്കാതിരിക്കാൻ. ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കും, പക്ഷെ ഞാൻ തല മുമ്പിട്ടിരിക്കും. അങ്ങനെ. പക്ഷെ ക്ലാസ് നന്നായിട്ട് എടുക്കുന്ന ടീച്ചേഴ്സായിരുന്നു ഞങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സും. പിന്നെ എനിക്ക് ഇത്തിരി ടഫ് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിക്ക് എനിക്ക് എപ്പോഴും മാർക്ക് കുറവാണ്. പിന്നെ മലയാളം സാറിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ സാറിന് നേരത്തെ അറിയാം, വത്സൽ ടീച്ചർ അറിയാം. വത്സൽ ടീച്ചർ നമുക്ക് ഹിന്ദി എടുത്തിട്ടില്ല, ഐഷ ടീച്ചറാണ് എടുത്തേക്കണത്. എന്നാലും പിന്നെ ടീച്ചറെ നേരത്തെ അറിയാം. പിന്നെന്താണ് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, മലയാളം നന്നായിട്ട് എടുക്കും, പക്ഷെ ഞാൻ പഠിക്കാൻ ഇത്തിരി മോശമാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ കഴിവുണ്ട്, പക്ഷെ വർത്താനമാണ്. ക്ലാസ്സിൽ എപ്പോഴും വർത്താനമാണ്. ടീച്ചേഴ്സിൻ്റെ തല്ല് കിട്ടും, എപ്പോഴും വഴക്കാണ്. അങ്ങനെ എനിക്കോട് ഗിരിജ ടീച്ചർ മാത്രമാണ് അത് എന്നെ വഴക്ക് പറയാത്തതെന്ന് തോന്നുന്നുണ്ട്. ഷീബ ടീച്ചറൊക്കെ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. അങ്ങനെ. പിന്നെ പ്രീത ടീച്ചർ ഞങ്ങൾ എടുത്തിട്ടില്ല, ക്ലാസ് എടുത്തിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല, എടുത്തതായിട്ട് ഓർക്കണില്ല ഞാൻ. പിന്നെ മന്മഥൻ സാറും ഞങ്ങൾക്ക് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്, എനിക്ക് ഓർമ്മ വന്നില്ല. പിന്നെ സുകുമാരി ടീച്ചർ മരിച്ചുപോയി. ടീച്ചർ ഞങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ ടീച്ചർ എടുത്തിരുന്നത്. പിന്നെ നൽനാഷ് ടീച്ചർ പോയി കണ്ടിരുന്നു. ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് എന്തോ ഭയങ്കര ഒരു ഇതാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ടീച്ചർക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ടീച്ചർക്ക് ഒട്ടും വയ്യ. എന്തായാലും ടീച്ചർക്ക് ഒരു മൊമെൻറ്റോ ഞങ്ങളവിടെ എത്തിക്കുന്നതാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ സഹിതം ടീച്ചർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ, എന്തായാലും അവിടെ എത്തിക്കും. പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞാൽ, ഹസ്ബൻഡ് ബോംബെയിലാണ്, പുള്ളിക്ക് അവിടെ ബിസിനസ്സാണ്. എനിക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി. മോനോട് വന്നിട്ടുണ്ട്, മോൻ ദേ അവിടെ ഇരിക്കുന്നുണ്ട്. മോൻ പോണ്ടിച്ചേരിയിൽ MBAക്ക് പഠിക്കണം, MBA പഠിക്കുന്നുണ്ട്, അവൻ SSCയും പഠിക്കുന്നുണ്ട്. പിന്നെ മോള് മുംബൈയിൽ LLBക്ക് പഠിക്കണം. ഞാൻ മുംബൈയിലാണ് ഇപ്പോൾ 2 വർഷമായിട്ട്. ഇപ്പം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഞാനിവിടെ എത്തിച്ചേർന്നതാണ്. കാരണം ജീവിതത്തിൽ ഇനി ഇങ്ങനത്തെ ഒരു മുഹൂർത്തം എന്തായാലും കിട്ടില്ല. അപ്പോൾ എനിക്ക് ടീച്ചേഴ്സിനെയും ഒന്ന് കാണാൻ, ഞാൻ അന്ന് മുതൽ എല്ലാ ടീച്ചേഴ്സിനെയും സ്വപ്നത്തിൽ കാണുന്നു. ഇന്ന് വെളുപ്പിന് ഞാൻ ഷീബ ടീച്ചറെ കണ്ടു. അത്ര ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും, ടീച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും എപ്പോഴും. അപ്പൊ അങ്ങനെ അത്രയും എനിക്ക് എന്തോ ടീച്ചേഴ്സിനോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ടീച്ചേഴ്സിനെ എങ്ങനെയാന്ന് അറിഞ്ഞൂടെ, കാരണം ഞങ്ങൾ ഇച്ചിരി കുറുമ്പികളായിരുന്നു, കുറച്ച് വർത്താനവും കാര്യങ്ങളും. എന്നാലും ഇഷ്ടമാണ്. ചെന്നപ്പോഴൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ നമ്മളെ സ്വീകരിച്ച്, അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി എന്നാ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജിത എസ്. ഞാനിവിടെ 5ാം ക്ലാസ് മുതലാണ് രാമവർമ്മ സ്കൂളിൽ ചേർന്നത്. പ്രീ ഡിഗ്രി പഠിച്ചിരുന്നത് മാലിന്യ സിനിമ കോളേജിൽ. അവിടുന്ന് ഞാൻ കോട്ടയത്ത് SMEയിൽ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ BSc റേഡിയോളജിയാണ് ചെയ്തത്. അതിനുശേഷം 2003 വിവാഹം കഴിഞ്ഞ് മോന് 1.5 വയസ്സായപ്പോഴാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയത്. ആദ്യം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ റേഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം അമൃത ഹോസ്പിറ്റലിൽ റേഡിയോഗ്രാഫറായിട്ട് ജോലി ചെയ്തു. 3 വർഷം അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ മോന് ഹസ്ബൻഡ് നേവിയിലായിരുന്നപ്പോൾ പുള്ളി വീട്ടിലില്ലാത്ത സാഹചര്യം കൊണ്ട് ഞാൻ ജോലിക്ക് പോകാൻ ഞാൻ മടി പിടിച്ചിട്ടാണ്. പുള്ളിക്ക് താല്പര്യമായിരുന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡ് നേവിയിൽ നിന്ന് ഇറങ്ങി സ്വന്തമായിട്ടൊരു സേഫ്റ്റിയുടെ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടാണ് ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുകയാണ്. പുള്ളിയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. മൂത്തയാള് BTech നേവൽ ആർക്കിടെക്ചർ സെക്കൻഡ് ഇയർ. ഇളയാള് 6ാം ക്ലാസ്സിൽ ലിറ്റിൽ ആർട്സ് സ്കൂളിൽ. ഞാൻ നോർത്ത് പറവൂർ കണ്ടവനപ്പള്ളിയിൽ താമസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാമോൾ എന്നാണ്. നമ്മുടെ 10 ബാച്ചിൻ്റെ 96 ബാച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ അതിൽ ടീച്ചർമാരും മാഷന്മാരൊക്കെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനും അബോബിയാണ് ക്ഷണിക്കാൻ പോയത്. ചെന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ടീച്ചർമാർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ചെന്ന് ക്ഷണിച്ചപ്പോൾ തന്നെ ഭയങ്കര വരാമെന്ന് പറഞ്ഞിട്ടും എല്ലാ മാഷന്മാരും ടീച്ചർമാരും മത്സര ടീച്ചർ എല്ലാവരും മന്മത് സാറ് എന്തായാലും എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദീപ ടീച്ചറിനെ മാത്രമാണ് കിട്ടാതിരുന്ന. ദീപ ടീച്ചർ അത് പറയണം എന്തായാലും 10ൽ ഫിസിക്സ് എടുത്തിരുന്നാണ് ഞങ്ങൾക്ക്. മുടിയൊക്കെ അധികം ഉണ്ടായിരുന്നു ടീച്ചർ കേട്ടാ, ഇപ്പൊ ഇല്ല മുടി. പിന്നെ ഷീബ ടീച്ചർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ടീച്ചർ കെമിസ്ട്രി ആണ് എടുക്കണ ടീച്ചർ. പ്രാക്ടിക്കലിന് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് വന്ന് മാഷന്മാര് മാർക്കിടാനിരിക്കൂലേ, ടീച്ചർക്ക് ഉടനെ തന്നെ ഇവിടെ ജോലി കിട്ടുകയും ചെയ്ത്. പിന്നെ പ്രീത ടീച്ചർ അല്ലേ, പ്രീത ടീച്ചറിനെ ഓർമ്മയുണ്ട്. പിന്നെ ഗിരിജ ടീച്ചറിനെ എന്തായാലും മറക്കാൻ പറ്റൂല. കാരണം കണക്കിന് ഏറ്റവും പൊട്ടയായിരുന്നു. പക്ഷേ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയായാലും മാർക്ക് ഉണ്ടാവും. അങ്ങനെയായിരുന്നു. പിന്നെ രാജു സാറ് ഞങ്ങളുടെ മലയാള സാറാണ്. സാറിന് ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ മലയാളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ്. എന്തിനു ഞാൻ തോറ്റാലും മലയാളത്തിൽ നോക്കൂല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ മന്മത് സാറ് 10ൽ എടുത്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഫിസിക്സ് എനിക്ക് ഒരു ഇതുവരെയൊക്കെ എടുത്തിരുന്ന സാറാണ്. ഫിസിക്സ് ലാബിൽ വന്നാണ് എടുക്കാറ്. പിന്നെ വത്സല ടീച്ചർ എനിക്ക് എടുത്തിട്ടില്ലെങ്കിലും ടീച്ചർ വന്നതിൽ വളരെ സന്തോഷം. അതുപോലെ ഇപ്പോൾ ശിവപ്രസാദ് ഒരു ജനപ്രതിനിധിയാണ്. വടക്കേക്കര പഞ്ചായത്തിലെ മാലിയങ്കര 1ാം വാർഡിലാണ്. അതിൽ സന്തോഷമുണ്ട്. ഇനി 1 വർഷം കൂടി കഷ്ടമുള്ളൂ, അത് കഴിഞ്ഞ് ഒന്നിറങ്ങി സ്വസ്ഥമാവണം. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് തുടങ്ങിയപ്പോൾ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനോജും അവ്വാബി എല്ലാവരും കൂടിയാണ് ഇതിന് പ്രോത്സാഹനം തന്ന് മുന്നിട്ടിറങ്ങിയത്. എല്ലാം ഓക്കെ ശരി. പക്ഷേ ഇതിനിപ്പോ ഈ ലാസ്റ്റ് വരെയാണെങ്കിലും കഷ്ടപ്പാട് നല്ലോണം കഴിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിന്ധു അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റൂല എനിക്ക്. സിന്ധു നന്നായിട്ട് കഷ്ടപ്പെട്ട് നമ്മുടെ ക്ലാസ്സിൽ എല്ലാം അന്വേഷിച്ച് പിടിച്ച് നമ്പറുകളാണെങ്കിൽ എല്ലാം തന്ന്. പിന്നെ ഇനി ഒരുപാട് കുട്ടികളല്ല കൂടെ പഠിച്ചിരുന്നവരെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. ചിലവർ വന്നില്ല, ചില കാരണങ്ങൾ കൊണ്ട് വന്നില്ല. അപ്പം എനിക്ക് ഹസ്ബൻഡ് മക്കളില്ല. പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ആണ്. ഹസ്ബൻഡ് ഡെന്റൽ ടെക്നീഷ്യനാണ്. അങ്ങനെ പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ. ഉഷാരിപ്പടിയിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് വള്ളത്തിൽ പോയിട്ടായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. ഞാൻ ചെറായിലാണ്. ഇവിടെ ഞാൻ 8ാം ക്ലാസ് പഠിഞ്ഞാണ് ഇവിടെ പഠിക്കാൻ വന്നത്. ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അത്ര വലിയ നല്ലോണം പഠിച്ചിരുന്ന സ്റ്റുഡൻ്റൊന്നും അല്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ ടീച്ചറിൻ്റെ കാര്യം മോളോട് എപ്പോഴും പറയാറുണ്ട്. മോൾക്ക് മാത്സിൽ ടഫായതുകൊണ്ട്
ഞാൻ ഈ 2 ദിവസം മുന്നേ കൂടി പറഞ്ഞു. പിന്നെ സാറുമാരെ ടീച്ചർമാരെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഗോൾഡ് വർക്കാണ്, തൃശ്ശൂരാണ് ജോലിയാണ്. എനിക്ക് ട്വിൻസ് കുട്ടികളാണ്, അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. സന്തോഷമായിട്ടുണ്ട്. എൻ്റെ പേര് സരിത. ഞാൻ 8ാം ക്ലാസ്സിലാണ് ഇവിടെ സ്കൂളിലെത്തുന്നത്. ദീപ ടീച്ചറൊക്കെ നല്ല ക്ലാസ്സിലെത്തിയിരുന്നു. ഫോട്ടോസിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് ഷിപ്പിംഗ് വർക്കാണ്. 2 കുട്ടികൾ ഡിഗ്രി സെക്കൻഡ് ഇയറും +2 കഴിഞ്ഞു. ഞാൻ പെളങ്ങുമ്പുഴ താമസിക്കുന്നു. ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഫാർമസിയിൽ പ്രൈവറ്റ് വൈദ്യുതിയിൽ. എൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡ് HDFC വർക്ക് ചെയ്യുന്നു. എനിക്കൊരു മോള് +2ലാണ്. എല്ലാവർക്കും നല്ലത്. എൻ്റെ പേര് സിന്ധു DC. ഞാൻ തൃശ്ശൂർ പടിയൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാനിപ്പോൾ SNHSയിലാണ് വർക്ക് ചെയ്യുന്നത്, പറവൂര്. എനിക്ക് 2 മക്കൾ, ശ്രീലക്ഷ്മി, ശ്രേയ. എൻ്റെ പേര് സജിത. ഞാൻ ചെറായി തന്നെ താമസിക്കുന്നു. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ +2 ജയിച്ച് പോളിക്ക് ചേരാൻ പോണ്. ടീച്ചർമാരൊക്കെ കണ്ടതിന് ഭയങ്കര സന്തോഷം. എൻ്റെ പേര് ഷിജിമോൾ ഏവി. ഞാനിവിടെ 5ാം ക്ലാസ് മുതലാണ് ഇവിടെ എത്തിയത്. ചെറായി തന്നെ താമസം. ഹസ്ബൻഡ് മാഞ്ഞാലിലാണ് നിൽക്കണം. എൻ്റെ വീട്ടിലാണ് നിൽക്കണം. 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡിന് സയൻസിൻ്റെ വർക്കാണ്. മൂത്താൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ആര്യവല്ലി കോട്ടയം ചെറായി പഠിക്കുന്നു. എൻ്റെ പേര് സ്മിത. ഞാൻ ഇപ്പോൾ കളമശ്ശേരിയിലാണ്. ഹസ്ബൻഡ് കോൺട്രാക്ടറാണ്. 2 മക്കൾ. മോള് ഇപ്പോൾ BCAക്ക് ചേർന്ന്. മോൻ 8ാം ക്ലാസ്സിലാണ്. പിന്നെ ടീച്ചർമാരെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. പിന്നെ വേറെ ആർക്കൊന്നും പരാതി വന്നിരുന്നത് ഗിരിജ ടീച്ചറിൻ്റെ കാര്യം പ്രത്യേകം മക്കളോട് പറയും. അടക്കും ചിട്ട് ചെടിപ്പ ഒച്ചയൊക്കെ എപ്പോഴും പറയും. ഇങ്ങനെ ഒരു ഇതുണ്ടായി ടീച്ചർമാരെ എല്ലാവരും കാണാൻ സാധിച്ചു. ഷീബ ടീച്ചർ, എല്ലാവരും, രാജസാറ്. നമസ്തേ, എൻ്റെ പേര് അജിത സുകുമാരൻ. ഞാനിവിടെ 5ാം ക്ലാസ്സിലാണ് വന്ന് ചേർന്നത്. എൻ്റെ അച്ഛൻ ഇവിടെ പഠിച്ചിരുന്നു, പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു സുകുമാരൻ. റിട്ടയർഡ് SI ആയിട്ടാണ് റിട്ടയർഡ് ചെയ്തത്. ഇപ്പോൾ മരിച്ചിട്ട് 3 വർഷമായി. പൊതുവേ എനിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് അങ്ങനെ എല്ലാവരുമായിട്ടും അങ്ങനെ മിങ്കിൾ ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കുറേ ഓർമ്മകളൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു അധ്യാപികയാണ്. പ്രൈവറ്റ് ആണെങ്കിൽ പോലും ഒരു സ്കൂളിൽ സയൻസ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതിനൊക്കെ പ്രചോദനം കിട്ടിയത് ഇവിടെ നിന്നാണ്. ഞാൻ മാഞ്ഞാലിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എനിക്ക് ഒരു മകളുണ്ട്. ലേറ്റായിട്ടായിരുന്നു മാരേജ്. കുട്ടിയും വൈകിയാണ്. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. ഹസ്ബൻഡ് ഒരു റേഷൻ കട നടത്തുന്നു. ഞാൻ മന്നം വേൽമുരുക വിദ്യാനികേതൻ സ്കൂളിൽ അവിടെ 7th വരെയുള്ളൂ. അവിടെ സയൻസ് പഠിപ്പിക്കുകയാണ്. എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് ശ്രീജ. അയ്യമ്പള്ളിയിലാണ് താമസിക്കുന്നത്. എല്ലാവരെയും ടീച്ചർമാരെല്ലാവരെയും സന്തോഷം. ഹസ്ബൻഡ് സജീവൻ കാർപ്പൻ്ററാണ്. 2 കുട്ടികൾ. ഒരാൾ ഇവിടെയാണ് പഠിക്കുന്നത്. ഒരു കുട്ടി ഇവിടെ പഠിക്കണം, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാജ ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് വിപിൻ. ഞാനിവിടെ 5ാം ക്ലാസ് പഠിക്കാണ് വന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ താമസിക്കുന്നു. സ്വർണ്ണപ്പണിയാണ്. എൻ്റെ മക്കൾ, ഭാര്യ ജിനി, മകന പ്രിയനന്ദൻ, അഭിനന്ദൻ. എല്ലാവരും. എൻ്റെ പേര് വിനോദ്. 5ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങി. തോറ്റിട്ടൊക്കെ ഉണ്ട്. പോകണം. പിന്നെ ടീച്ചർ നമ്മുടെ കമ്മല്ല ടീച്ചർ നമുക്ക് എപ്പോഴും ജീരവിടെ തന്നു. ഞായറാഴ്ചകൾ ഞങ്ങൾ പഠിപ്പിക്കും. അല്ല, എല്ലാ ഞായറാഴ്ചകളും സ്പെഷ്യൽ ക്ലാസ് എടുത്ത് എന്തായാലും കണക്ക് പഠിച്ചില്ല. ഇപ്പോൾ
ഇപ്പോൾ ഞാൻ ഒരു സ്വന്തമായിട്ട് കടയുണ്ട്, വീടിൻ്റെ അടുത്ത് ചേർന്നിട്ട് അത് നടത്തുന്നു. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഹോം സ്റ്റേ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കും. ഭാര്യ സിന്ധു അംഗൻവാടിയിൽ ജോലി ചെയ്യണം. 2 ആൺകുട്ടികളുണ്ട്. ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സുഖമായിട്ട് പോകുന്നു. എല്ലാവരും കൂടെ സന്തോഷം. സ്കൂൾ ലീഡറും ചെയർമാനൊക്കെ ആയിരുന്ന സമയത്ത്, കാരണം അന്ന് നമുക്ക് എല്ലാം ഇവിടെ വോട്ട് ഇലക്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ സ്കൂൾ ലീഡറായിട്ടും ചെയർമാനായിട്ടൊക്കെ അന്ന് വിജയിച്ച ആളാണ് വിനോദ്. അത് ഇവിടെ പറയാതെ പോകാൻ പറ്റില്ല. എൻ്റെ പേര് ഉല്ലാസ് എന്നാണ്. ഞാൻ 5ാം ക്ലാസ്സിലാണ് ഇവിടെ വന്നത്. 4ാം ക്ലാസ്സിൽ അപ്പോൾ LPSയിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും പഠിപ്പിച്ചിരുന്നത്. ടീച്ചറിൻ്റെ പിക്ചർ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്സിലൊന്നും കുഴപ്പമില്ല. വിഷയങ്ങൾ മറ്റുള്ളവർക്ക് എന്താണെങ്കിലും മാത്സിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അറിയാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിക്ചർ ഓർക്കാറുണ്ട്. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ടീച്ചേഴ്സും. സാറൊക്കെ മലയാളം എടുത്തിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എല്ലാ ടീച്ചേഴ്സിനെയും ഓർക്കുന്നു. പിന്നെ ഞാനിപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ എറണാകുളത്താണ് ജോലി, ബോട്ടിയുടെ അടുത്ത്. എനിക്ക് ഒരു മകനാണുള്ളത്. ഭാര്യ വന്നിട്ടുണ്ട്. ഭാര്യ എന്നെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഡിഗ്രി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീബ ടീച്ചറിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഭാര്യയുടെ പേര് രേഷ്മ. ഞാൻ എനിക്കാണ് പഠിച്ചുകൊണ്ടേക്കുന്നത്. പുള്ളിക്കാരത്തിൽ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോടി പാസ്സായാലാണ്. ഞാനിത്തിരി പുറകോട്ടാണ് പഠിക്കാൻ. പുള്ളിക്കാരൻ നല്ല രീതിയിൽ എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട്. മകൻ്റെ പേര് അതാണ്. എല്ലാവരും കണ്ടതിൽ സന്തോഷം. എൻ്റെ പേര് സുരേഷ്. ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സന്നരാജ് എൻ്റെ കമ്പനിയിലേക്ക് നടത്തിയിരുന്നതാണ്. സാർമാർക്ക് അറിയാൻ പറ്റും. പുള്ളിയുടെ ആരാണ്. ഞാനിപ്പോൾ ഒരു പ്ലംബറാണ്. ഇവിടങ്ങളിൽ തന്നെ. പിന്നെ എൻ്റെ വൈഫ് ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നു. 2 പിള്ളേരുണ്ട്. ഒരാളിവിടെ പഠിക്കുന്നുണ്ട്, 9th ഏജ്. ഒരാൾ പൂനാരി സ്കൂളിൽ പഠിക്കുന്നു, 4. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സ്വപ്ന. ഞാനിവിടെ 5ാം ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ എനിക്ക് പിള്ളേരില്ല. എൻ്റെ ഹസ്ബൻഡ് ഹൈക്കോടതിയിൽ ജഡ്ജിയുടെ എസ്കോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ടീച്ചേഴ്സിനെ എല്ലാവരെയും കാണാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ആങ്ങളുടെ പിള്ളേർ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്, 2 പേര്. ഒരാൾ എൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് വീട്ടിൽ. ഞാൻ ഷീന. എൻ്റെ ഹസ്ബൻഡ് വാർക്കപ്പണിയാണ്. എനിക്കൊരു മോളുണ്ട്, നിവേദ്യ, രാമവർമ്മയുടെ UPയിൽ പഠിക്കണം. പിന്നെ ഞാനൊരു ടൈലറിങ് നടത്തുന്നുണ്ട്. വീട്ടിൽ തന്നെയാണ് ചെയ്യണത്. എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം. പേര് ഷിനിമോള്. എൻ്റെ ഹസ്ബൻഡിന് ജോലി ടൈലർക്കാണ്. 2 മക്കളുണ്ട്. ഒരാൾ +2 കഴിഞ്ഞ്, ഒരാൾ 9ാം ക്ലാസ്സിൽ. ഞാൻ കൊച്ചി മെട്രോയിൽ ജോലി ചെയ്യുന്നു. അന്ന് പഠിക്കാത്തത് ഒന്നും പറയരുത്, പഠിക്കുമായിരുന്നു അത്യാവശ്യമൊക്കെ. പക്ഷെ ടീച്ചറിന്റെ കുറെ പിച്ചുകളും ഇതൊക്കെയാണ് ഇങ്ങനെ മുമ്പിൽ ഓർമ്മ വന്നത്. അപ്പൊ എന്ന് വെച്ചാല് എന്തായാലും ധൈര്യത്തോടു കൂടി ഒന്നും സംസാരിക്കാനായിട്ട് അങ്ങനെ പറ്റില്ല. ഒട്ടും പറ്റൂല. ഞാനിപ്പോ BMW ഷോറൂമില് ഈ കസ്റ്റമർ റിലേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഭർത്താവ് പത്രത്തിന്റെ ഏജൻസി ഉണ്ട്. പിന്നെ RMSൽ ഒരു കോൺട്രാക്ട് ബേസിൽ ജോലി ഉണ്ട്, റെയിൽവേയുടെ. പിന്നെ 2 പിള്ളേര്. മോള് +1, മോൻ 5ാം ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അവിടെ മോള് ചിന്മയ എന്നാണ് മോളുടെ പേര്, മോൻ നൈവേദ്. അത്രയൊക്കെ പറയാനുള്ളൂ. ഇനി കുറച്ചും കൂടി പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു വീഴും. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഗിരിജ ടീച്ചർ എന്നെ പിച്ചിട്ടില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നെ പിച്ചിട്ടില്ല. ആ കണക്കോട് ഞാനിപ്പോഴും ചെയ്യിക്കുന്നുണ്ട്. എനിക്ക് 2 പിള്ളേർ. ഹസ്ബൻഡ് മരിച്ചുപോയി. പിള്ളേരെ ഇളയാൾ ഡിഗ്രിക്ക് പഠിക്കണം, മൂത്താൾ അനസ്തറ്റിക്സ് ആയിട്ട് ട്രെയിനിങ് കയറിയായിരുന്നു. എല്ലാവരെയും കണ്ടേ എനിക്ക് വളരെ സന്തോഷം. വിട്ടുപോയി. ശാന്തുമാരി ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ സുജനയൊക്കെ അത് ഞാൻ വിട്ടുപോയി. ടീച്ചർക്ക് പ്രത്യേകം എൻ്റെ അന്വേഷണം പറയണം കേട്ടോ.
ഈ പരിപാടിക്ക് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് പ്രയത്നിച്ച ആൾക്കാർ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാലും വിനോജ്, സുജ, സിംല, അവാബി, പിന്നെ ഉല്ലാസ്, സുരേഷ്, ശ്യാമോള്, സിന്ധു, മിനില്, ഫോണിലൂടെയൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയാതിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് പറയാണ്. പിന്നെ ഈ ടീച്ചർ പിച്ചെന്ന കാര്യം പറയണ്ടല്ലോ, അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ മാത്സ് ടീച്ചറാണ്, ഞാനും ഇപ്പോൾ എൻ്റെ കുട്ടികളെ പിച്ചാറുണ്ട്. കാരണം വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ പിച്ചൊക്കെ കൊടുത്തിട്ടാണ് വലിയ കുട്ടികളാണെങ്കിലും +2 ആണെങ്കിലും ഒക്കെ ഓരോ പിച്ച് കൊടുക്കുമ്പോൾ മര്യാദക്ക് അവർ വന്ന് ഇങ്ങനെ നിന്ന് തരും. അപ്പൊ അന്നേരമൊക്കെ ഓർക്കാറുണ്ട് ആ കാര്യങ്ങളെല്ലാം. എന്നെയും പിച്ചിട്ടുണ്ട് ടീച്ചറ്, മാർക്ക് പറയുമ്പോൾ പിച്ചും. അങ്ങനെ ഓക്കെ. വിനോജിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വിനോജ് മുഷ ഇവിടെ എത്തിയിട്ടില്ല. അവരാണ് ശരിക്കും ഞങ്ങളുടെ ഈ ഒരു സംഗമത്തിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരുമാണ് എല്ലാവരും കണ്ടുപിടിക്കാൻ ഫസ്റ്റ് തയ്യാറെടുത്തത്. അവരിലൂടെയാണ് ഓരോരുത്തരുടെ നമ്പർ കിട്ടി ഞങ്ങളെല്ലാം തേടി പിടിച്ചെടുത്തത്. ഇവൻ ദുബായിൽ വെച്ചിട്ടാണ് അവൻ അതിനു വേണ്ടി പരിശ്രമിച്ച്. ഉഷ ഇപ്പൊ അവൾ വന്നില്ല, അവൾ ഇടുക്കിയിലാണ് താമസിക്കണം. അവളുടെ വീട് കുൾപ്പുള്ളിലായിരുന്നു, പക്ഷെ ഇടുക്കിയിൽ അവൾ കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാനുണ്ട്. അതുപോലെ ഇതിനു വേണ്ടി പ്രയത്നിച്ച സിന്ധുവിനെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. സിന്ധു എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും സിന്ധു ആണ് ഓടി നടന്ന് എല്ലാം ചെയ്തേക്കുന്നത്. അതുപോലെ ഉല്ലാസ്, സുരേഷ്. ഇല്ല, സിന്ധു പ്രസംഗിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. സിന്ധുവിന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ സിന്ധു ആണ് എല്ലാത്തിനും. അതുകൊണ്ട് സിന്ധുവിന് പ്രത്യേക ഒരു അഭിനന്ദനം അറിയിക്കണം കേട്ടാ. പെരുമഴയാണ് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങിയത്. ആ ഭാഷയിൽ തന്നെ ഉണ്ടായിരുന്നു സ്നേഹം. ഞങ്ങളുടെ ഗിരിജ ടീച്ചർ, ഞങ്ങളുടെ ഷീബ ടീച്ചർ, ഞങ്ങളുടെ ദീപ ടീച്ചർ, ആ വാക്കുകളിലൂടെ ചൊരിഞ്ഞത് സ്നേഹത്തിൻ്റെ പെരുമഴ തന്നെയായിരുന്നു. ഗിരിജ ടീച്ചറുടെ പിച്ചുകളുടെ പ്രസിദ്ധമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ ചെയർമാനായിരുന്ന അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറക്ഷല്ല, ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ. അടുത്തത് ആശംസ പ്രസംഗമാണ്. ആശംസ അർപ്പിക്കുന്നതിനായി ബഹുമാനിയായ ഗിരിജ ടീച്ചറെ ആദ്യമായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും വിനീത നമസ്കാരം. 96 ബാച്ച് 10E ഡിവിഷൻ്റെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായി, ഞാൻ കണക്കാണ്, എൻ്റെ വിഷയവും കണക്കാണ്. ഞാൻ പിച്ചെന്നാണ് പറയുന്നത്. പിച്ചിട്ടുണ്ടില്ല എന്നൊന്നുമല്ല. ഇപ്പോൾ ശ്രീകലനല്ല, ഇപ്പോൾ ശ്രീകല ഒരു ടീച്ചറായിട്ട് പോലും പിച്ചെനിക്ക് വരുമ്പോൾ പിച്ചും. അതൊരിക്കലും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയല്ല. അത് നിങ്ങൾ നന്നാവുന്നുണ്ട്. അല്ലെങ്കിൽ കണക്ക് ഏറ്റവും പിള്ളേർക്ക് പേടിയുള്ളൊരു വിഷയമാണ് കണക്ക്. കണക്ക് ടീച്ചർമാർ ഏതെങ്കിലും ദിവസം ലീവ് എടുക്കണ്ടോ വരണുണ്ടോ എന്നാ നോക്കിക്കൊണ്ടിരിക്കുന്ന പലരുണ്ട്. അപ്പോൾ അത്തരം ഒരു വിഷയത്തെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതിനുള്ള ചെറിയ ഉപാധിയാണ് പിച്ചിലെന്നുള്ളത്. അത്ര വലിയ പിച്ചിലൊന്നും, കാരണം എൻ്റെ മക്കളിവിടെ പഠിച്ചിട്ടുണ്ട്, അവരെ ഞാൻ പിച്ചിടുന്നത്, നിങ്ങളെ മാത്രമല്ല എല്ലാവരും. അപ്പോൾ വേണ്ട സമയത്ത് കൊടുത്തു. ഒരിക്കലും അതൊരു ദുഷ്ടലാക്കോടു കൂടിയല്ല. അത് നിങ്ങൾ നന്നാവണമെന്ന് കരുതി മാത്രം ചെയ്തതാണ്. പിന്നെ ഇതുപോലെ വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ പിച്ചിൻ്റെ ഓർമ്മ പലരോട് അപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടല്ലോ, ഞങ്ങളുണ്ടല്ലോ എന്ന് ഞാൻ സ്നേഹത്തോട് പറഞ്ഞു. ആർക്കും അതുകൊണ്ടൊരു വിദ്വേഷമോ പകയോ ഇവിടെ പ്രകടിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാം നല്ലതിനായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ അത്തരം സമീപനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല, ഇപ്പോഴത്തെ പഠിപ്പിക്കുന്നവർക്കല്ലേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എങ്കിലും സ്നേഹബന്ധം ഇന്നത്തെക്കാളും പണ്ട് ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾക്ക് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ വേദികളിലും ഞങ്ങളെ ക്ഷണിക്കുകയും വരികയും നിങ്ങൾ നല്ല വാക്ക് പറയാനായിട്ട് നല്ല വാക്ക്, ഇതുപോലെ പിച്ചതാണെങ്കിൽ പിച്ചത് എല്ലാം പറയുകയും നിങ്ങളിപ്പോൾ എവിടെ എത്തിച്ചേർന്നു അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, നേരത്തെ സാർ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഞങ്ങളെ കൊള്ളർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ കണ്ണ് വാസ്തവത്തിൽ നിറയുന്നത് സന്തോഷം കൊണ്ടാണ്, സങ്കടം കൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെ ഒരിക്കൽ കൂടി ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയതിലും
അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഓരോരുത്തർ താമസിക്കുന്നുണ്ടെന്ന് പോലും സമയത്ത് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാനേ പാടില്ല. പറവൂരുണ്ട്, വടക്കേക്കര ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഇവരൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഞങ്ങളെയൊക്കെ അറിയാം. എന്നിട്ട് പലയിടത്തും വെച്ച് കണ്ടിട്ടും അടുത്തേക്ക് വരാൻ ചിലപ്പോൾ പേടികൊണ്ടാണോ എന്താണെന്ന് ഇനി അപ്പോഴും അന്ന് വിച്ച് ചെയ്തല്ലാതെ പിന്നെ ഞാനൊന്നും അങ്ങനെ വിളിച്ചിട്ടില്ല, അതൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വേദി ഒരുക്കിയതിനും ഞങ്ങൾക്ക് ഈ സ്നേഹാദരവൊക്കെ നൽകിയതിനും നിങ്ങളെല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. അതിന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രിയ ഗുരുക്കന്മാർ, 96 ബാച്ചിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ നിമിഷം ഏറ്റവും സന്തോഷം. കാരണം പഠിപ്പിച്ച കുട്ടികളെ കാണുക, അവരെ ഏത് നിലയിൽ നിൽക്കുന്നു എന്നറിയുക, അത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെവിടെ പോയാലും സാധാരണ രാമോർമ്മയിൽ പഠിച്ച ഏതെങ്കിലുമൊക്കെ കുട്ടികളെ കാണാറുണ്ട്. അവരുടെ എല്ലാം മനസ്സിൽ നമ്മൾ ഉണ്ട് എന്നറിയുന്നത് അധ്യാപകരെ സംബന്ധിച്ച് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇനിയും നിങ്ങളിൽ പലരെയും കാണുമ്പോൾ ഞങ്ങൾ മറന്നുപോയി വരും. കാരണം പ്രായം കൂടി വരികയാണ്, ഓർമ്മകൾ അങ്ങനെ നിൽക്കണമെന്നില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരിക, വീണ്ടും ചിലപ്പോൾ പരിചയപ്പെടുത്തേണ്ടി വരും. പക്ഷെ അങ്ങനെ കാണുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികളാണ് എന്നറിയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. സാർ പറഞ്ഞ പോലെ അധ്യാപകരായിരിക്കുക, അത് മറ്റ് ഒരു ജോലിക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ്. ആ സമയത്ത് 96 ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. കുട്ടികളായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകാനും പിന്നീട് വരുമ്പോൾ കുട്ടികളുമായിട്ടുള്ള അകലം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കൂടി എന്നാണ് തോന്നുന്നത്. അന്നെല്ലാം കുട്ടികളും അധ്യാപകരും തമ്മിൽ ഏറ്റവും ഒരു അടുത്ത ബന്ധമായിരുന്നു. ആ അവസരത്തിൽ ഒരുപക്ഷെ ദീപ ടീച്ചറും ഞാനും ഒക്കെ ആ ക്ലാസ്സുകളിൽ എടുത്തപ്പോൾ ഞാൻ ടീച്ചറോട് പറയായിരുന്നു, എനിക്ക് അസൂയുണ്ട്. വിനോദിൻ്റെ കാര്യത്തിൽ തന്നെ ഫിസിക്സിന് 50-ൽ 50 വാങ്ങി, കെമിസ്ട്രിക്ക് അത് കിട്ടിയില്ലല്ലോ. അപ്പോൾ ചെറിയൊരു അസൂയ തന്നെ തോന്നിയിരുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി നേരത്തെ. പക്ഷെ പിന്നീട് ആ ബന്ധം ഒരുപക്ഷെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ അത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ, പിന്നീടുള്ള വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത് സന്തോഷം തരുന്നു. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ ഞങ്ങളോടും ഈ വിദ്യാലയത്തോടും കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇനിയും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ രാമോർമ്മ പല പരിപാടികളിലും പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. ആനിവേഴ്സറി, സെൻഡ് ഓഫ് പലതും. ഒന്നും വരാറില്ല, വരാൻ തോന്നാറുമില്ല, വരാറുമില്ല. പക്ഷെ കുട്ടികൾ വിളിച്ചു കഴിയുമ്പോൾ അതല്ല, എത്രയായാലും കാലിന് വയ്യെങ്കിലും കൈ കുത്തിയെങ്കിലും വന്നോന്നുണ്ടെങ്കിൽ അത്രയും വയ്യ. പിന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ കൂടി വന്നേക്കണത്. ആരും എന്നെ അംഗീകരിക്കണം ആ കാര്യത്തിൽ. എൻ്റെ ഇളയച്ചൻ മരിച്ച ദിവസമാണ് അവിടെ പോയിട്ടാണ് ഞാൻ വരുന്നത്. അത് ഇവരുടെയൊക്കെ ഈ ക്ഷണം സ്വീകരിച്ചിട്ടാണ് ഈ വിനോദും ഔവാവിയൊക്കെ പല പ്രാവശ്യങ്ങളും എന്നെ വിളിച്ചു, ഞങ്ങൾ രണ്ടുപേരും വിളിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പിന്നെ ഒരിക്കലും വരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ തന്നെ വിനോദം തന്നെ പറഞ്ഞ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ സാറ് ഈ സാറ് മറ്റേ ടീച്ചറെന്നൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോന്ന് പറഞ്ഞു. ഞാനൊക്കെ ആ ലിസ്റ്റിൽ പെട്ടതാണ്.
രണ്ടാമത്തെ ലിസ്റ്റിൽ പെട്ടതാണ്, ഇഷ്ടമുള്ളവരുടെ ലിസ്റ്റിൽ. അപ്പോൾ എന്നാലും ഞാൻ എത്തി. വിനോദിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് കൂടിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വെച്ച് കാണാൻ സാധിച്ച്. നിങ്ങൾക്ക് ഇങ്ങനൊരു ആദരവ് തരാനുള്ള മനസ്സ് തോന്നിയതിനും എല്ലാത്തിനും സന്തോഷം. നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും എല്ലാവർക്കും എല്ലാവിധ അവസരങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ദീപ ടീച്ചറെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ വെറും ഒരു 5 വർഷം ഇല്ല, 4 വർഷം 11 മാസം ഞാനിവിടെ ജോലി ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളായിട്ട് കുറേ പേരായിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ കൂടെയൊക്കെ കണക്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് അവാബി എന്നെ വിളിച്ചിട്ട് 2-3 പ്രാവശ്യം അവാബിനെ വിളിച്ചു. അവാബിന്ന് പേര് കണ്ടു, പക്ഷെ എൻ്റെ മനസ്സിലേക്ക് പോലും അങ്ങനെ വന്നില്ല. അവൻ എടുത്തില്ല ഫോൺ. കുറേയധികം ഫോൺ കോൾസ് വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. പക്ഷെ പിന്നെ ഞാനങ്ങ് തിരിച്ചു വിളിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ വിനോദ് വിളിച്ചു. വിനോദിനും പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഫേസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പേരൊക്കെ മറന്നുപോയി, വയസ്സായില്ലേ. പിന്നെ ഗിരിജ ടീച്ചറിൻ്റെ പിച്ചിനെ കുറിച്ചുകൂടെ പറഞ്ഞു കേട്ടു. സത്യം പറഞ്ഞ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 8ലും 9ലും എൻ്റെ മാത്സ് ടീച്ചറായിരുന്നു. ടീച്ചർ എന്നെ പിച്ചിട്ടില്ല. എനിക്ക് ആ പിച്ചിനെ കുറിച്ച് അറിയില്ല. പിന്നെ ഞാൻ അടിക്കുമായിരുന്നു, അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇല്ലേ, അടിച്ചിരുന്നില്ലേ? ഇപ്പൊ പേടിയുണ്ടാവും. അടി കിട്ടിയിട്ടില്ല, കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അത് അന്നേരം ഒരു ആയുധം, അതാണ് പഠിപ്പിക്കാനുള്ളൊരു ഒരു ടെക്നിക്കാണത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് പറ്റില്ല. ഞാനൊക്കെ വലിയ പരാജയമായി പോയനെ ഇപ്പോഴാണെങ്കിൽ. അപ്പം എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളെ ഇടുക്കി വിളിച്ചതിലും അതിനെ എല്ലാവരും എന്താ പറയുക വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചു. അപ്പം ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ പാലക്കാടാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാർക്കും എൻ്റെ സഹപ്രവർത്തകർക്കും, ഞാൻ പഠിപ്പിച്ചത് കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്കും നമസ്കാരം. ഇന്ന് എനിക്കും വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിവസമാണ്. കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പറഞ്ഞ പോലെ 7ാം ക്ലാസ്സിൽ കുറച്ച് പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. കൂടുതൽ പേരും 8ൽ വന്ന് ചേർന്നവരാണ്. എങ്കിലും നിങ്ങളുടെ എല്ലാം മനസ്സിൽ എനിക്കൊരു സ്ഥാനം തന്നതിനും എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിനും ആദ്യമേ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളെ കാണുന്നത് എപ്പോഴും ഞങ്ങളെയും കുറെ കൂടി ചെറുപ്പമാക്കും. നിങ്ങളോടൊപ്പം ചെലവഴിച്ച് കഴിയുമ്പോൾ നമ്മളും കുറച്ചും കൂടി അന്നത്തെ കാലത്തേക്കൊക്കെ പോകും. അപ്പം നമ്മളും കുറച്ചുകൂടി ചെറുപ്പമായി തീരും. അങ്ങനെ ഒരു അവസരം തന്നതിനും എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനി ഇന്നത്തെ ഈ ഒത്തുകൂടൽ ഒരു തുടക്കം മാത്രമായിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനിയും നിങ്ങൾക്കും മറ്റ് ബാച്ചുകൾക്കും ഒക്കെ ഇതുപോലെ ഒത്തുകൂടാനും സ്നേഹം പങ്കിടാനും പരസ്പരം മനസ്സിലാക്കാനും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ അധ്യാപകരെ നമ്മളൊരു ചെറിയൊരു സ്നേഹ സമ്മാനം കൊടുത്ത് ആദരിക്കുകയാണ്. നമുക്ക് കുറച്ചധികം പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഏറ്റവും ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്നേഹ സമ്മാനം കൊടുത്ത് നമ്മൾ ആദരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് രാജൻ സാറിന് സ്നേഹ സമ്മാനം കൊടുത്ത് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ വാർഡ് മെമ്പർ, മാലിങ്കര വാർഡ് മെമ്പർ ഷാമോളെ ക്ഷണിക്കുകയാണ്. എന്തായാലും സമുചിതമായ ഒരു പുരസ്കാരം വിതരണം ആണ്. വടക്കേക്കരയിലെ 1ാം വാർഡിലെ മിടുക്കിയായ ഒരു മെമ്പർ, വടക്കേക്കരയിലെ ഒരു പ്രജയ്ക്ക് ഇത് കിട്ടാൻ ഇടവന്നത് ഭാഗ്യമെന്ന് പറയട്ടെ, യാഥാർത്ഥ്യമെന്ന് പറയട്ടെ, ഏതായാലും ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു. മേലിലും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വിതരണം ചെയ്യാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കണ്ട പോലെ നമ്മളെ ഈ പരിപാടി പ്ലാനല്ല,
അത് യാദൃച്ഛികമായിട്ടാണ് വടക്കേക്കരയിലെ മെമ്പർക്ക് വടക്കേക്കര തന്നെ ഒരു പച്ചക്ക് കൊടുക്കാനുള്ള സാർ പറഞ്ഞപ്പോൾ അത് സന്തോഷമുണ്ടായി. അടുത്തതായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഗിരി ടീച്ചറുകൾ സ്നേഹ സമ്മാനമായിട്ട് സിംല. അതായത് നമ്മുടെ മന്മോഹൻ സാറ് സംസാരിച്ചില്ല, സാറിന് തൊണ്ടയ്ക്ക് ചെറിയൊരു വിഷയമുണ്ട്. അപ്പോൾ സാറിനെ ഒരു സ്നേഹ സമ്മാനമായിട്ട് ഔവ ക്ഷണിക്കുന്നു. നമ്മളുടെ ഷീബ ടീച്ചറൊക്കെയുള്ള സ്നേഹ സമ്മാനം സുജയെ ക്ഷണിച്ചോളൂ. അടുത്തതായിട്ട് ദീപ ടീച്ചർക്കുള്ള സ്നേഹ സമ്മാനത്തിന് സിന്ധുവിനെ ക്ഷണിച്ചോളൂ. അടുത്തതായിട്ട് വത്സല ടീച്ചർക്കുള്ള സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉല്ലാസനെ ക്ഷണിക്കും. അടുത്തതായിട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രീത ടീച്ചർക്കുള്ള സ്നേഹ സമ്മാനത്തിന് വിനിലെ ക്ഷണിക്കും. ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്ന ചടങ്ങാണ്. അതിനായി ആദരണീയയായ മെമ്പർ ശ്യാമോളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശിവപ്രസാദ് സാർ, പിന്നെ അതുപോലെ വത്സല ടീച്ചർ, നമ്മളുടെ മന്മദ് സാർ, രാജു സാർ, ഗിരിജ ടീച്ചർ, പ്രീത ടീച്ചർ, ഷീബ ടീച്ചർ, ദീപ ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മളുടെ വത്സല ടീച്ചർക്ക് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. സന്തോഷം ടീച്ചർ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര രാജസാറും ടീച്ചറും ഭയങ്കര താല്പര്യത്തോടുകൂടി വരാനുള്ള ഒരാഗ്രഹത്തോടുകൂടി ഞങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അപ്പം വത്സല ടീച്ചർക്ക് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മന്മഥ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ സാറും വൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകള് ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു. മേഘന നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്നാണ്, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് മേഘന. അപ്പം സാറ് എന്തായാലും സാറിന് സന്തോഷമായി. സാറ് എന്തായാലും തീർച്ചയായിട്ടും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സാറിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ രാജസാറിനെയൊക്കെ പറഞ്ഞ പോലെ എന്നും ഓർമ്മയിലുള്ള സാറുമാരും ടീച്ചർമാരും തന്നെയാണ്, ആരിനെ മറന്നിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ രാജസാറിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഗിരിജ ടീച്ചർ, ഞങ്ങൾ ഫസ്റ്റ് ക്ഷണിക്കാൻ ചെന്ന ഗിരിജ ടീച്ചറിനെയാണ്. അതായത് കോട്ടുവള്ളിയിലാണ്, കാരണം ഇത്തിരി എത്തപ്പെടാൻ പ്രശ്നമുള്ളൊരു സ്ഥലമായിരുന്നു. അത് കാരണം ഞങ്ങൾ ഫസ്റ്റ് ഗിരിജ ടീച്ചറിൻ്റെ അടുത്ത് ചെന്ന് ടീച്ചറിനെ കണ്ട് ടീച്ചറിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ടീച്ചറിനെ ക്ഷണിച്ച് വരാമെന്ന് വളരെ സന്തോഷത്തോടുകൂടി വരാമെന്ന് പറഞ്ഞ് അപ്പം ടീച്ചർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളുടെ രാമമ്മയുടെ ഹൈസ്കൂളിൻ്റെ HM LP സ്കൂളിൻ്റെ പ്രീത ടീച്ചർ മനസ്സിലായിരുന്നു. പ്രീത ടീച്ചർക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയല്ല, ഞായറാഴ്ച ദിവസമായിട്ട് പോലും ടീച്ചർ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മളുടെ ഈ വേദിയിൽ പങ്കെടുക്കാനും കാണിച്ച ഒരു മനസ്സ് ടീച്ചർക്ക് പ്രത്യേകമായ ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ ഷീബ ടീച്ചറിനെയൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോരോ ഓർമ്മകളാണ്. ടീച്ചറിനെ ക്ഷണിക്കാൻ ചെന്ന് വീട് മാറി ഞങ്ങൾ വേറെ വഴിക്കൊക്കെ പോയി. ടീച്ചറിന്റെ വീട് കണ്ടുപിടിച്ചെത്തി. ടീച്ചർക്കും പ്രത്യേകമായ ഒരു നന്ദി ഈ അവസരത്തിൽ ഞാൻ നൽകുന്നു. പിന്നെ അതുപോലെ ദീപ ടീച്ചർ പാലക്കാടാണെന്ന് അറിഞ്ഞ്, പക്ഷേ ടീച്ചർ ഞാൻ വിളിക്കാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷീബ ടീച്ചർ ഞങ്ങൾക്ക് നമ്പർ തന്ന്. അതുപോലെ തന്നെ അമ്മാവി ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചതിൻ്റെ ഫലമായി ദീപ ടീച്ചറിനെ കിട്ടുകയും ടീച്ചർ വരാമെന്ന് സന്തോഷത്തോടുകൂടി അത് പറയുകയും ചെയ്തു. എന്നാലെ പാലക്കാട് നിന്ന് ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ടീച്ചർ ഇവിടെ എത്തിയില്ലേ, ആ ഒരു വലിയ മനസ്സിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു ടീച്ചർക്ക്. അതുപോലെ തന്നെ ഓരോ ശിവപ്രസാദ് സാറ് ഇന്ന് നമ്മളുടെ ഈ ഒരു അവസരത്തിൽ പങ്കെടുത്ത സാറും ഈ പറഞ്ഞ പോലെ, കാരണം ഞങ്ങളെ പഠിപ്പിച്ചത് അന്ന് പഠിപ്പിച്ചതൊക്കെ
ഈ ടീച്ചർമാർ സാറുമാരാണെങ്കിൽ പോലും ഈ നമ്മളുടെ ഈ ഒരു കൂടിച്ചേരലിന് സാറിന്റെ കണ്ണ് നിറയണത് വരെ ഞാൻ ശ്രദ്ധിച്ച്, സാറിന് വരെ സങ്കടം വന്നു ഞങ്ങളുടെ ഈ ഒരു സ്നേഹത്തിന്റെ ആ ഒരു സംഭവം. അപ്പൊ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് ഓരോ തിരക്കുകളും ഉണ്ടായിട്ടും നമ്മളുടെ നമ്മളുടെ ഒപ്പം പഠിച്ച കൂട്ടുകാരന്മാരുടെയും ഹസ്ബൻഡുമാര്, അതുപോലെ തന്നെ അവരുടെ വൈഫുമാര്, മക്കള്, അവരൊക്കെ ഈ ഒരു വേദിയിൽ ഈ ഒരു അവസരത്തിൽ വന്നത് പ്രത്യേകം നന്ദി പറയുന്നു. അവർക്കൊക്കെ കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരുമ്പോൾ സാറ് ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ ആണെങ്കിലും എല്ലാ കാര്യത്തിനും സ്കൂള് തുറന്നു തരാനും ഇപ്പൊ ഇവിടെ ഓരോ ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യാനും ഇപ്പൊ ഉല്ലാസിന്റെ ഒപ്പം ആണെങ്കിലും വിനോദിന്റെ സുരേഷിന്റെ ഒക്കെ ഒപ്പം ആണെങ്കിലും വന്ന് സിന്ധുവിന്റെ ഒക്കെ ഒപ്പം വന്ന് നിന്നത് തുറന്നു തരാനും സഹായിച്ച സബിൻ സാറിനെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം പഠിച്ച ഓരോ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതോടെ യോഗ നടപടികൾ അവസാനിക്കുന്നു. അടുത്ത ഫോട്ടോ സെഷനാണ്, സ്റ്റേജിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ്. പുറത്ത് ലൈറ്റ് കുറവാണ്, ഇവിടെ നമുക്ക് ലൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയത്, നമ്മുടെ ശിവകുമാർ സാറ് അധ്യക്ഷ പ്രസംഗം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് പറയുകയാണ്, നമ്മളെ കൊണ്ടാവുന്ന അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന എന്താണെന്നുള്ളത് അവിടെ ആൻസറെ കൂടി പറഞ്ഞു. സാധിക്കുന്നതാണെങ്കിൽ അത് സാധിക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആ ഒരു കമ്മിറ്റി ആലോചിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ചെയ്യാമെന്ന് ഈ കമ്മിറ്റി മീറ്റിങ്ങിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ സഹായം, നമ്മളെ പഠിച്ച വിദ്യാലയമാണ്, അത് പറയാൻ വിട്ടുപോയതാണ്. അവസാന നിമിഷം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സഹകരണം, ഇതുവരെ കാണിച്ച സഹകരണം ഇനിയും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ഹായ് അടിച്ചോട്ടെല്ലാവരും. Yeah!